നമസ്കാരം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികമാണിന്ന്. കണ്ണൂരിൽ വെച്ച് കല്ലേറിൽ തലയ്ക്ക് പരിക്കേറ്റ മുഖ്യമന്ത്രി കൂടിയാണ് ഉമ്മൻചാണ്ടി. സോളാർ സമര കോലാഹലങ്ങളിൽ സംഭവിച്ച ആക്രമണം. ഇതേ കണ്ണൂരിൽ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം മാറ്റി മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പേരിലുള്ള ശിലാഫലകം വെച്ചത് വിവാദമാകുന്നു. 2015 മെയ് 15 ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത പയ്യാമ്പലത്തെ കുട്ടികളുടെ പാർക്കിന്റെയും കടലോര നടപ്പാതയുടെയും ശിലാഫലകം മാറ്റിയാണ് പുതിയത് സ്ഥാപിച്ചത്. 2013 ഒക്ടോബർ 27 കേരള പോലീസ് അത്ലറ്റിക് മീറ്റ് സമാപന ചടങ്ങിന് കണ്ണൂരിലെത്തിയപ്പോഴാണ് ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലേറുണ്ടായത്. കണ്ണൂരിലെ CPM പകയായിരുന്നു ഇതിന് കാരണം. അതിനുശേഷം വീണ്ടും കണ്ണൂരിലെത്തിയ ജനകീയനായിരുന്നു ഉമ്മൻചാണ്ടി. അന്ന് പല വികസനവും ഉറപ്പാക്കി. അതിലൊന്നായിരുന്നു പയ്യാമ്പലത്തെ പദ്ധതികൾ. സോളാർ കാലത്ത് ഉമ്മൻചാണ്ടി നേരിട്ട ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് കോടതികൾ തന്നെ കണ്ടെത്തിയിരുന്നു. ഇടത് സർക്കാർ നിയോഗിച്ച CBI അന്വേഷണവും അതാണ് പറഞ്ഞു വെച്ചത്. ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികമാണിന്ന്. ഇതിനോടനുബന്ധിച്ച് കേരളമാകെ വേദനയിലാണ്. അതിനിടയിലാണ് ഫലകമാറ്റ വാർത്തയും എത്തുന്നത്. 2022 മാർച്ച് 6 പാർക്കും നടപ്പാതയും നവീകരിച്ചത് മന്ത്രി റിയാസ് ഉദ്ഘാടനം ചെയ്തു എന്നതാണ് പുതിയ ഫലകത്തിലുള്ളത്. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം കുപ്പത്തൊട്ടിയിൽ തള്ളി അതിന്മേൽ ചൂലെടുത്ത് വെച്ചതായിട്ടാണ് കണ്ടതെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു. അദ്ദേഹത്തോടുള്ള അനാദരത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ടൂറിസം സെക്രട്ടറി K ബിജുവിന് DCC പ്രസിഡന്റ് പരാതി നൽകി. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഫലകം കോൺഗ്രസ് പ്രവർത്തകർ പാർക്കിന്റെ കവാടത്തിന് താഴെ വെച്ചു. അങ്ങനെ വിവാദം കൊഴുക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ശിലാഫലകം എടുത്തു മാറ്റിയാൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. ശിലാഫലകം മാറ്റിയത് സംബന്ധിച്ച് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഭാരവാഹികളെ ബന്ധപ്പെട്ടെങ്കിലും മറുപടി ലഭിച്ചില്ല. ഉമ്മൻചാണ്ടി നവീകരണോദ്ഘാടനം നിർവഹിച്ച പാർക്ക് വീണ്ടും നവീകരിച്ച ശേഷം ടൂറിസം മന്ത്രിയുടെ ക്രെഡിറ്റിലാക്കിയതായിട്ടാണ് ആക്ഷേപം. ഉമ്മൻചാണ്ടിയുടെ പേരിലുണ്ടായിരുന്ന കണ്ണൂർ പയ്യാമ്പലത്തെ നടപ്പാതയുടെ ഉദ്ഘാടന ശിലാഫലകം DTPC എടുത്തു മാറ്റിയതിലാണ് പ്രതിഷേധം. ഫലകം വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് പഴയത് മാറ്റിയതെന്നാണ് വിശദീകരണം. 2022 മാർച്ച് 6 പയ്യാമ്പലം ഗസ്റ്റ് ഹൗസിനോട് ചേർന്നുള്ള നടപ്പാതയുടെയും CView പാർക്കിന്റെയും നവീകരണ ഉദ്ഘാടനം നടക്കുന്നത്. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ആ പാർക്ക് റിയാസിന്റെ ക്രെഡിറ്റിലേക്ക് മാറ്റുകയാണ് CPM നിയന്ത്രണത്തിലുള്ള DTPC. കണ്ണൂർ വിമാനത്താവളം അടക്കമുള്ള സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഓടി നടന്ന മുൻ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. വിമാനത്താവളത്തിൽ പരീക്ഷണ പറക്കലടക്കം സാധ്യമാക്കിയ നേതാവ്. ഇതെല്ലാം CPM ഇന്ന് ഏറ്റെടുക്കുകയാണ്. ഇതിന് സമാനമായി പയ്യാമ്പലത്തെ പാർക്കും റിയാസിന് നൽകാനുള്ള ശ്രമമാണ് ഫലകം മാറ്റിവെക്കൽ.